ചിത്രം കൂടി പുറത്തു വന്നിരുന്നു. ഈ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു. ഇയാൾ സജീവ RSS പ്രവർത്തകനാണ് എന്നും, എന്നാൽ ആ രാജ്യസ്നേഹം അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന നേവി ഉദ്യോഗസ്ഥൻ്റെ വേഷം ധരിച്ച് നേവി ഉദ്യോഗസ്ഥനാണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഏറെ നാളായി ഇയാൾ ജനങ്ങളെ കബളിപ്പിച്ചു വരികയായിരുന്നു. പത്തനംതിട്ട കാരണം ഇയാൾ പത്തനംതിട്ട അടൂർ സ്വദേശിയാണ്. പത്തനംതിട്ട പന്തളം സ്വദേശിയായ മറ്റൊരു യുവാവിനെ കബളിപ്പിച്ച് 18 ലക്ഷം രൂപയോളം തട്ടിയ കേസിലാണ് ഇയാൾ പോലീസ് പിടിയിലായിട്ടുള്ളത്. പാലാരിവട്ടം പോലീസാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾ പാലാരിവട്ടത്തിനടുത്ത് പാടിവട്ടത്ത് ഒരു ഫ്ളാറ്റിൽ ഒളിച്ചു താമസിക്കുന്ന പോലെ തന്നെ താമസിച്ചു വരികയായിരുന്നു. കുടുംബസമേതം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാവുന്നത്. വ്യാഴാഴ്ച ഈ സ്ഥലത്ത്, അതായത് വ്യാഴാഴ്ച രാത്രിയാണ് ഇയാളെ പിടിയിലാവുന്നത്. വ്യാഴാഴ്ച പകൽ ഇയാളുടെ ഫ്ളാറ്റിൽ പോലീസും നേവി ഇൻ്റലിജൻസും ഉൾപ്പെടെ ATS ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധന നടത്തുന്നതായി അതായത് ഇവർ എത്തുന്നു എന്നറിഞ്ഞ് ഇയാൾ മുങ്ങിയിരുന്നു സ്ഥലത്തു നിന്നും. പക്ഷേ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ നേവി ഉദ്യോഗസ്ഥൻ്റെ ഫുൾ യൂണിഫോം, അതായത് ക്യാപ്പ് അടക്കമുള്ള മുഴുവൻ യൂണിഫോം, നേവി ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി ആ യൂണിഫോമിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്ന ഒരു വാള്, വോക്കി ടോക്കി, അതുപോലെ തന്നെ ഈ നേവിയിൽ നിന്ന് ലഭിക്കുന്ന ചില ഷീൽഡുകൾ, അതായത് ഇയാൾക്ക് ദ്രോണാചാര്യ പുരസ്കാരം വരെ ലഭിച്ചതായി കാണിക്കുന്ന ഈ ഷീൽഡുകൾ, അങ്ങനെയുള്ള ഫലകങ്ങൾ ഉൾപ്പെടെ ഇയാളുടെ ഓഫീസിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇതിലും ഇനി എന്തായാലും നേവി അന്വേഷണം നടത്തുകയാണ്. കാരണം ഇയാൾക്ക് എങ്ങനെ യൂണിഫോം ലഭിച്ചു എന്നുള്ളതാണ് ചോദ്യം. യഥാർത്ഥ യൂണിഫോം തന്നെയാണോ അതോ ഒരു യൂണിഫോമിന് സമാനമായ രീതിയിൽ അതേപോലെ തുണി സംഘടിപ്പിച്ച് ഇയാൾ വ്യാജമായി ഒരു യൂണിഫോം തയ്ച്ചുണ്ടാക്കിയതാണെന്ന് അന്വേഷിക്കുന്നുണ്ട്. യഥാർത്ഥ യൂണിഫോം ആണെങ്കിൽ നേവിയിൽ നിന്ന് ആരെങ്കിലും ഇല്ലാതെ ഇയാൾക്ക് ഇങ്ങനെ ഒരു യൂണിഫോം ലഭിക്കാനുള്ള സാധ്യതയില്ല. അതിൻ്റെ വഴി എന്താണെന്ന് കൂടി നേവി ഇൻ്റലിജൻസ് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം ഇയാൾ തട്ടിപ്പ് നടത്തിയത് ഈ പന്തളം സ്വദേശിയായ യുവാവിനെയാണ്. ആ പന്തളം സ്വദേശിയ യുവാവിൽ നിന്നും 2023 മുതൽ 25 ജനുവരി വരെയുള്ള കാലയളവിനിടയിൽ പലതവണയായി 18 ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ഈ യുവാവിന് മിൽമയിൽ ജോലി വാങ്ങി നൽകാം, യുവാവിൻ്റെ ഭാര്യയ്ക്കും സഹോദരിക്കും ക്യാംകോയിൽ ജോലി വാങ്ങി നൽകാം എന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. പക്ഷേ ജോലിയൊന്നും ലഭിച്ചില്ല. പിന്നീട് പ്രശ്നമായപ്പോൾ ഇയാൾ കുറച്ച് പൈസ കൊടുത്തു, ഒരു 3 ലക്ഷം രൂപയോളം മടക്കി നൽകിയെന്ന് പറയുന്നുണ്ട്. എന്തായാലും 15 ലക്ഷം രൂപയിലധികം എന്തായാലും ഇയാളുടെ കൈവശം ഇപ്പോഴും ഉണ്ട്. ഈ പരാതിയിലാണ് അറസ്റ്റ്. 2 രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോയത്. ഒന്ന്, നേവി ഉദ്യോഗസ്ഥൻ്റെ വേഷം ധരിച്ച് നേവി ഉദ്യോഗസ്ഥനാണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇയാൾ പലയിടത്തും നടക്കുന്നതായും പല സ്ഥലങ്ങളിൽ പരിപാടികളിൽ പങ്കെടുത്തു പലരെയും കബളിപ്പിക്കുന്നതായുള്ള വിവരം ലഭിച്ചു. അങ്ങനെ നേവി ഇൻ്റലിജൻസിന് ലഭിച്ച വിവരം നേവി ഇൻ്റലിജൻസ് പോലീസിന് കൈമാറി. പോലീസ് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരാൾ എവിടെയുണ്ടെന്ന് അന്വേഷിക്കുന്നതിനിടയിലാണ് പത്തനംതിട്ട സ്വദേശിയുടെ പരാതി വരുന്നത്. ആ പത്തനംതിട്ട സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേവി ഇൻ്റലിജൻസും പോലീസും ചേർന്ന് സംയുക്തമായി ഇയാളുടെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയത്. തെളിവുകൾ കൂടി ലഭിച്ചതോടുകൂടി ഇയാൾക്ക് വേണ്ടി അന്വേഷണം തുടങ്ങി. അങ്ങനെ വ്യാഴാഴ്ച രാത്രി ചെങ്ങനാട് നിന്നാണ് ഇയാൾ പിടിയിലായത്. എന്തായാലും പരാതിക്കാരനും പ്രതിയും പത്തനംതിട്ട സ്വദേശികളായതിനാൽ വൈകാതെ ഈ കേസ് പത്തനംതിട്ട പോലീസിന് കൈമാറാനാണ് സാധ്യത. മനോ.